അങ്ങനെ ഞങ്ങളിത് ഇൻ്റർനാഷണൽ ട്രിപ്പിലാണെന്നുള്ളത് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമായിരിക്കുമല്ലേ അല്ലേ. അപ്പം നമ്മളിത് കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അത് എന്നെ ഫോക്കസ് ചെയ്യല്ല, എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിലാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം സിംഗപ്പൂരാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്കൂട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത് നമ്മളൊരു ഹിഡൻ സ്പേസാണ് പറയുന്നത് കേട്ടോ. നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പല്ല് വെച്ചില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും നമ്മൾ കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കാറ്റക്സ് ആൻഡ് വാട്ടർ ലില്ലി ഗാർഡൻസ് സിംഗപ്പൂർ, അതാണ് ഞാൻ വന്നിറങ്ങിയിട്ടുള്ള ലാൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്കി എന്ന് പറഞ്ഞിട്ടുള്ള സിംഗപ്പൂർ എയർപോർട്ടിലാണ് കേട്ടോ. സിംഗപ്പൂർ എയർപോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്മോക്കിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെ വാട്ടർ ലില്ലി ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കാറ്റസ് ഗാർഡനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ടെർമിനൽ 1 സിംഗപ്പൂർ എയർപോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ടെർമിനൽ 1 പോവാം. നടന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് കോർണറായിട്ട് നമുക്ക് സ്മോക്കിംഗ് കോർണർ കാണാം. അതായത് സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ആ സ്മോക്കിംഗ് ഏരിയയിൽ 100 കണക്കിന് വെറൈറ്റി ഓഫ് കാക്ടസ് ഉണ്ട്. അതായത് നമ്മളുടെ കള്ളിമുൾച്ചെടിയില്ലേ, നമ്മളെ കള്ളിമുൾച്ചെടീൻ്റെ 100 കണക്കിന് വെറൈറ്റികൾ അവിടെ ഉണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഡെസേർട്ട് പ്ലാന്റും ഉണ്ട്. ഈ ഡെസേർട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഇങ്ങനെ വെള്ളം അധികം വേണ്ടാന്നുണ്ടെങ്കിലും നന്നായിട്ട് വളരുന്ന ചെടികളുണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്ലാന്റ്സ് കേട്ടോ. അതിൻ്റെ ഒരു ഗാർഡനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെർമിനൽ 1 റൂഫ് ടോപ്പ് ഗാർഡൻ എന്നാണ് ഇതിനെ പറയുന്നത്. റൂഫ് ടോപ്പാണ്, അതായത് നമ്മളുടെ മൊട്ടമാടി എന്ന് പറയുന്നത് തമിഴിലാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ ബാൽക്കണി അല്ലല്ലോ പറയുക, അങ്ങനെ റൂഫിൽ എന്താ പറയുക, ടെറസിൻ്റെ മുകളിൽ വളരുന്ന ഗാർഡനാണ്. അപ്പം ഈ ഒരു ഗാർഡന് റൂഫ് ടോപ്പ് ഗാർഡൻ വിത്ത് ബാർ ഏരിയ എന്നും കൂടിയാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്മോക്കിംഗ് ഏരിയയിൽ തന്നെ ഇവരൊരു ബാർ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് സമയം ഒരു 7 മണിയാണ്. സിംഗപ്പൂരിൽ 7 മണി ആയപ്പോഴേക്കും നല്ലോണം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6:30ക്കാണ് നമ്മുടെ ലാൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ടെർമിനൽ 1 വന്നു. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചി കണ്ടില്ലേ, ചേച്ചിയാണോ അനിയത്തിയാണെന്നൊന്നും അറിയില്ല, നമ്മളൊരു ഫോറിനറും ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാ പ്ലാന്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്ലാന്റിൻ്റെ വീഡിയോസ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കതല്ലേ മുഖ്യം. അങ്ങനെ കുറേ ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ലാൻഡിങ് നല്ല പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഈ കുഞ്ഞുട്ടൻ ആരാന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ആളുടെ തലയിൽ നിറയെ ചെടിയൊക്കെ വളർന്നിട്ടുണ്ട്. ബുദ്ധിവികാസം കൊണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ആളുടെ ചിന്ത ആയിരിക്കും ചിലപ്പോൾ ഈ ഗാർഡൻ എന്നുള്ളത് തന്നെ. അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗാർഡൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളർഫുൾ ഗാർഡൻ തന്നെ പറയാം. കളർഫുൾ എന്ന് പറയാൻ പൂക്കളില്ല എന്നുള്ള ആ ഒരു ഇത് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ കാറ്റസ് പൂവുണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് പൂക്കൾ ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളെടുക്കുമെന്നാണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു ഗാർഡൻ ഉണ്ടായിട്ട് കുറേ നാളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാറ്റസിന് നല്ലോണം പ്രായം ഉണ്ടാവും അല്ലേ. അതുകൊണ്ടായിരിക്കും ഇത് ഫ്ലവറിങ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിങ് ടൈമിൽ ആ ഫ്ലവർ ഇങ്ങനെയാണ്, അതായത് ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് മാറുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പം നമ്മളത് ഇങ്ങനെ മനസ്സിലായി. അങ്ങനെ ഞങ്ങളിതെങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരും. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.